ആ താര വരും, ഇടക്ക് വരും പോവും. ഞാനിപ്പോ ഒരു അനാഥനല്ല. ആ, അനാഥൻ തന്നെ പറയാം. ഒരു അനാഥനാണ് ഇപ്പം. അനാഥനാണ്. ആ, എനിക്കൊരു ഫാമിലിയും ഇതൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പം ഒന്നുമില്ല, ആരുമില്ല ഇപ്പം. അങ്ങനെ ഒരു ആരുമില്ല. ഉം. കാരണം എന്താന്ന് തിരക്കി പോയില്ലേ? കാരണം തിരക്കിപ്പോയി. പക്ഷെ അതിന്റെ പ്രോപ്പറായിട്ട് റീസൺസും ഒന്നുമില്ല. എല്ലാവർക്കും എന്തൊക്കെയോ. അതെന്താ അറിയോ സ്വാമി, നമുക്ക് നമ്മളെ ഒരാൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ പിന്നെ നമ്മൾ അവരുടെ അടുത്ത് പോയിട്ട് റീസൺസ് ചോദിച്ചിട്ട് കാര്യമൊന്നുമില്ല. മനസ്സിലായോ? നമ്മൾ എത്ര റീസൺസ് ചോദിച്ചാലും എന്തെല്ലാം റീസൺസ് ചോദിച്ചാലും അവർക്ക് അവരെ ഇഷ്ടമുള്ള പോലെ പലതും പറയും, പലതും ഇതാക്കും, പലതും ചെയ്യും. നമ്മളെ ഇതാക്കി കഴിഞ്ഞാൽ പിന്നെ റീസൺസ്, നമ്മളെ ഒരു സ്ഥലത്ത് നിന്ന് പുറത്താക്കിയാലോ അല്ലെങ്കിൽ നമ്മളൊരു സ്ഥലത്ത് നിന്ന് ഇതാക്കാൻ താല്പര്യമില്ലെന്ന് പറഞ്ഞാൽ പിന്നെ അതിൽ റീസൺസ് ഒന്നുമില്ല സ്വാമി. പിന്നെ നമ്മൾ പോയി റീസൺസ് ചോദിച്ചിട്ട് റീസൺസ് പോലും പറയുന്നില്ലേ, പിന്നെ നമ്മൾ അത്രയും പിന്നെ നമ്മൾ കാര്യമില്ലല്ലോ. ആ, അപ്പൊ നിങ്ങൾ പറഞ്ഞു വരുന്നത് ആരുമില്ലാത്ത ഒരു അനാഥനായി മാറി എന്നാണല്ലേ? ആ, അത് ശരിക്കും പറഞ്ഞാ അതെ. ആ, അങ്ങനെ തന്നെ ആയി. ആ, സ്ഥലത്ത് ഞാൻ കൊണ്ടുപോവാ. എങ്ങനെ? എന്റെ കൂടെ വാ, ഒരു സ്ഥലത്ത് ഞാൻ കൊണ്ടുപോവാ. ആ, കേറിക്കോ. അമ്മച്ചി, ചോര ഞാൻ എന്റെ കണ്ടാണല്ലോ ഹെൽത്ത് ഒന്ന് റെഡി ആക്കട്ടെ. അയ്യോ, എനിക്ക് ഹെൽത്ത് ഇല്ല സ്വാമി. ഹെൽത്ത് ഇല്ല, എനിക്ക് ഹെൽത്ത് ഇല്ല സ്വാമി. ഹെൽത്ത് കേറിക്കോ, ഇല്ല. ആ, കേറിക്കോ. പറഞ്ഞടത്ത് വെച്ച് നോക്കാം. ആ. -9. നമ്മളൊരു സ്ഥലത്ത് ഇരുന്നില്ലാടാ, എവിടെ? കുറച്ച് മുമ്പ് പൊക്കത്ത്. ആ, നമ്മളവിടെ അതെവിടെ? മുകളിലൊരു സ്ഥലത്തിരുന്ന് ഇപ്പൊ കാര്യം പറഞ്ഞില്ലേ? ആ മുകളിലൊരു സ്ഥലത്തോ? ആ വെള്ളച്ചാട്ടത്തിന്റെ അടുത്തിരുന്ന് കാര്യം പറഞ്ഞില്ലേ? ആ, ആ, പറഞ്ഞു. ആ വെള്ളമാണ് ഈ ഒഴുകി പോകുന്നത്, കണ്ടില്ലേ? ആ, ആ, ഇവിടേക്ക് പല ആൾക്കാരും വന്ന് ചേരുന്നുണ്ട്. കണ്ടോ, ഇവിടെ നിന്ന് കുറച്ച് വെള്ളം വന്ന് ചേരുന്നുണ്ട്, കാണുന്നുണ്ടല്ലോ? ആ, കാണാം. ഇവിടെ നിന്ന് കുറച്ച് വെള്ളം വന്ന് ചേരുന്നു. പക്ഷെ ആ വെള്ളം ഇങ്ങനെ ഒഴുകിക്കൊണ്ടേയിരിക്കുന്നു. അതെ, കറക്റ്റ് അല്ലേ? അതെ, അപ്പോ ഈ വെള്ളം അറിയുന്നില്ല ആരൊക്കെയാണ് വന്ന് ചേരുന്നതെന്നുള്ളത്. ആ, ഈ വെള്ളം അറിയുന്നില്ല ആരൊക്കെയാണോ കടന്നു പോകുന്നതെന്നുള്ളത്. അതെ, ഈ വെള്ളത്തിൻ്റെതായി ഇവിടെ കണ്ടോ, ദേ ഇവിടെ പണ്ട് ഒരു വഴി, ഈ വഴിയും വെള്ളം വന്നിട്ടുണ്ടാവണം. കണ്ടോ, വെള്ളം വരാനുള്ള ഇതെല്ലാം ഉണ്ട്. ആ, ഇതും ആ അരുവി തന്നെ പോയി ചേർന്നിട്ടുണ്ടാവണം. ദേ ഇവിടെ കണ്ടല്ലോ, ഇപ്പുറത്തും കണ്ടോ, അതിന്റെ ആ വെള്ളം ഇതിലെ ഇപ്പുറത്ത് വന്ന് ചേർന്നിട്ടുണ്ടാവും. ഇന്ന് ആ പറയുന്ന വെള്ളത്തിന്റെ ഒഴുക്കില്ല. ഇല്ല, മുമ്പ് എന്ന് പറഞ്ഞിട്ട് അരുവിക്ക് എന്തെങ്കിലും മാറ്റം വന്നിട്ടുണ്ടോ? ഇല്ല. അപ്പൊ ആരൊക്കെ വന്നാലും ആരൊക്കെ പോയാലും അരുവി എന്താ ചെയ്യുന്നത്? അരുവി ഒഴുകിക്കൊണ്ടിരിക്കും. അപ്പൊ നീ എന്താ ചെയ്യേണ്ടത്? ഓ, ഞാനും ഒഴുകിക്കൊണ്ടിരിക്കണം. എന്ന് വെച്ച് കഴിഞ്ഞാല് നീ നിന്റെ ലക്ഷ്യത്തിനെ നോക്കി പോകണം. ആ അരുവിയാണ് ഈ വരുന്നത്. അവിടെ ഒരു കാര്യം കൂടെ നീ ശ്രദ്ധിച്ചോ? ആ, ഇപ്പൊ ഈ അരുവി ഈ ഭാഗത്ത് വരുന്നപ്പോ ഈ അരുവി ഭയങ്കരമായിട്ട് ചെറുതായി. കാര്യം എന്താ? ഇവിടെ നിന്ന് വന്ന് ചേരേണ്ട വെള്ളമൊന്നും വന്ന് ചേർന്നില്ല. ഇല്ല. വളരെ പതുക്കെയല്ലേ ഒഴുകുന്നത്. അതെ, വളരെ പതുക്കെയാണ് ഈ വെള്ളം ഒഴുകുന്നത്. പക്ഷെ അതിനു മുമ്പ് ദേ ഈ ഭാഗത്ത് നോക്കിക്കഴിഞ്ഞാൽ അരുവി ഭയങ്കരമായിട്ട് ഒഴുകുന്നത് നിനക്ക് കാണാൻ പറ്റും. റൈറ്റിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ കണ്ടോ, ആ, കാണാം. അതെ, അതെ, കുത്തി അതെ, 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 ഇവിടെ അതെ, അതെ. ഇവിടെ ഭയങ്കരമായിട്ട് ഒഴുകുന്നുണ്ട്. ഇപ്പുറത്ത് എന്ത് ചെയ്യുന്നു? ഇല്ല, ഇപ്പുറത്തെ സ്ലോ ആ. സ്ലോ. കാരണം എന്താ? അവിടെ നിന്ന് വന്ന് ചേരേണ്ട വെള്ളം വന്ന് ചേർന്നില്ല. കറക്റ്റ് അല്ലേ? അതെ, പക്ഷെ ആ അരുവിയുടെ ലക്ഷ്യമായിട്ടുള്ള കടല് തേടിയാണ് ഒഴുകുന്നത്. അതെ. ഓക്കെ. ഉം.
അപ്പൊ അവിടെ നിന്ന് വരാത്തവര് വന്നില്ല എന്ന് പറഞ്ഞവൻ ഒഴുക്കം നിർത്തിയിരുന്നെങ്കിൽ ഇത്രയും വലിയൊരു അരുവിയായിട്ട് അത് മാറുമായിരുന്നു. ഇത് അതേ അരുവിയാണ്. ഇല്ല, ആവൂലായിരുന്നു. അവൻ പറയാണ് എന്റെ കൂടെ വരുന്നവൻ വന്നില്ല എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഇത്രയും വലിയൊരു അരുവിയാകുമായിരുന്നു. ഇല്ല, ആവൂല. അപ്പൊ എന്താ ഇതിന്ന് മനസ്സിലാക്കേണ്ട ഷമീറെ? ആരൊക്കെ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഞാൻ മുമ്പോട്ട് പോവാ, അതാണോ? പിന്നെ അതിന് വേറെന്താ മനസ്സിലാക്കേണ്ടത്? അല്ലേ പ്രപഞ്ച സത്യം ഷമീറെ. നീ തന്നെ കണ്ടു മനസ്സിലാക്കിയ പ്രപഞ്ച സത്യമല്ലേ ഇത്? നീ തന്നെ നോക്കിക്കോ, നീ അല്ല, ഞാൻ കണ്ടു. ഈ അരുവി അവിടെ നിന്നും വളരെ ഒഴുകിക്കൊണ്ടിരുന്നത്. ഇതില് ഇവിടെ നിന്നും വെള്ളം വരേണ്ടതല്ലായിരുന്നു, വെള്ളം വന്നില്ലല്ലോ. വെള്ളം മുമ്പ് ഒലിച്ചുപോയ പാടുകളാണ്. അതായത് നമ്മളെ ഇട്ടിട്ട് പോയവരും നമ്മളെ ഉപയോഗിച്ചവരും നമ്മളെ ഭാഗത്തുനിന്ന് ഒരു മിസ്റ്റേക്ക് വന്നിട്ട് അത് പൊറുക്കാൻ പറ്റാത്തവരും നമ്മള് പറ്റാവുന്ന അത്ര ചെയ്തു കൊടുത്തിട്ട് നമ്മളൊരു ഡൗൺ ടൈമിലാകുമ്പോൾ ഇട്ടിട്ട് പോകുന്നവര് നമ്മള് ഇതാക്കാതെ നമ്മൾ മുമ്പോട്ട് പോണം. അതല്ലേ സ്വാമി പറയുന്നത്? അത്രേ ഉള്ളൂ. അതാണ് പ്രപഞ്ച സത്യം എന്ന് പറയുന്നത്. കാര്യം ഷമീർ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ആ മുകളില് വളരെ ലോലമായി ഒഴുകിക്കൊണ്ടിരുന്ന ഒരു അരുവിയാണിത്. വളരെ കുറവ് സത്യം ഷമീർ ഇല്ലല്ലോ. ഇത് മാസം ഞാൻ ഒന്ന് കോരിത്തെരിച്ച് വരുമായിരുന്നു. ഞാനൊന്ന് കോരിത്തടിച്ച് വരുമായിരുന്നടാ. പുല്ല്. സ്റ്റാർട്ട് ഞാൻ അല്ല, അങ്ങനെയാണോ മൂപ്പര് പറഞ്ഞത്? അല്ല, ഇത് ഓറ പോയല്ലോ. ഇത് അയാള് പോയിട്ട് ഇതിപ്പോ മോട്ടിവേറ്റ് ചെയ്ത് തന്നെ കൊല്ലുമല്ലോ. ന്യൂ ഗാങ്ങോ എന്തല്ല ന്യൂ ഗാങ് സ്പാം ചെയ്യുന്നു. സ്വാമി വാ, നമുക്ക് കുറച്ചു നേരം വണ്ടി പോവാം. ആ വെള്ളം പോയി ചേരുന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അവഗണിക്കപ്പെട്ടവരുടെയും ഈ അവഗണിക്കപ്പെട്ടവരല്ലെങ്കിൽ നമ്മളെ തള്ളിപ്പറഞ്ഞവർക്കൊന്നും ഒരിക്കലും എത്തിച്ചേരാൻ പറ്റാത്ത കടലിലോട്ട്. നിന്നെ വേണ്ടാത്തവരെ നിനക്കും വേണ്ട. ന്യൂ ഗാങ് നമ്മളുണ്ട് കൂടെ. പറഞ്ഞ മനസ്സിലായില്ലേ? അപ്പൊ നമ്മൾ ആരൊക്കെ അവഗണിച്ചു, അല്ലെങ്കിൽ ആരൊക്കെ ഈ പറയുന്ന ജലം കൊണ്ട് ജീവിച്ചവർ ഒരുപാട് പേരുണ്ടാവാം. അല്ലെങ്കിൽ ഈ ജലം കൊണ്ട് മാത്രം കൃഷി ചെയ്ത് കോടികൾ ഉണ്ടാക്കിയ ആൾക്കാരുണ്ടാവാം. ആ ജലം കൊണ്ട് കൃഷി ചെയ്ത് കോടികൾ ഉണ്ടാക്കിയിട്ട് ആ ജലം ഒരിക്കൽ തിരിഞ്ഞിരുന്ന് 50 രൂപ ചോദിക്കുമ്പോ ചെരുപ്പൂരി അടിച്ചവരും ഉണ്ടാവാം. പക്ഷെ ആ ജലം ഒരിക്കലും നിൽക്കാതെ മുന്നിലോട്ട് ഒഴുകിയത് കൊണ്ടാണ് ഈ കളിയാക്കിയവർക്കും ഈ ചെരുപ്പൂരി അടിച്ചവർക്കും ഒന്നും എത്തിച്ചേരാൻ പറ്റാതെ ഇത്രയും വലിയ കടലിൽ അത് എത്തിച്ചേർന്നത്. മനസ്സിലായില്ലേ? ഇറങ്ങിക്കോ. എന്താ ഷമീറെ വേണ്ട? ഷമീർ തന്നെ പറ. അല്ല സ്വാമി, എനിക്കിപ്പോ എനിക്കിപ്പം ഒരു ഉന്മേഷം കിട്ടി. മനസ്സിലായോ? സ്വാമി പറഞ്ഞതുപോലെ നമ്മളെ വേണ്ടാത്ത അല്ലെങ്കിൽ നമ്മളെ ഇതാക്കി നമ്മളെ യൂസ് ചെയ്ത് അവരെടുത്ത് ഇനി സെൽഫ് റെസ്പെക്ട് കളഞ്ഞ് പോകരുത് അല്ലേ? സെൽഫ് റെസ്പെക്ട് കളയുക എന്നുള്ളതല്ല. ഇന്ന് ഈ കടലിനെ തേടിയെത്തി ഈ അരുവിയെ തേടി നാളെ പിരിഞ്ഞു പോയവര് തിരിച്ചു വരും. സ്വാമി എന്നോട് ഞാൻ സിറ്റിയിൽ വന്ന ഫസ്റ്റ് ദിവസം എന്നോട് പറഞ്ഞ ഓർമ്മണ്ടാ? നിനക്ക് ഈ സിറ്റിയിലെ രാജാവാകാൻ പറ്റുമോ?
നിനക്ക് ഈ സിറ്റിയിലെ രാജാവ് ആവാൻ പറ്റും, പിച്ചക്കാരനാവാൻ പറ്റും. അത് നിന്റെ കയ്യിലിരിപ്പുണ്ട്. പക്ഷെ ഇപ്പം നീ രാജാവാൻ വേണ്ടി ഇറങ്ങി തിരിച്ച വഴിക്ക് എന്തോ ചെറിയൊരു വിഘ്നം നാം കാണുന്നു. എങ്ങനെ? നമുക്കൊരു കാര്യം ചെയ്യാം. ആ ഇതെന്താ ന്യൂ ഗ്യാങ് ന്യൂ നിനക്കെല്ലാം ഗ്യാങ് ന്യൂ മനസ്സിലാക്കി തന്ന ഈ ഗ്യാങ്? അരുവിയല്ലേ, യാ റബ്ബേ. ആ ഈ ഈ ഈ റിവറാണല്ലോ നിനക്ക് കുറെ കാര്യങ്ങൾ ഇപ്പൊ മനസ്സിലാക്കി തന്നത്. അതെ. അതായത് കടലിറങ്ങി ഒന്ന് കുളിച്ചു കയറ്. ഇതുവരെയുള്ള കഥകളൊക്കെ കഴിഞ്ഞു. ഇവിടെ നിന്ന് നമുക്കൊരു പുതിയ തുടക്കം തുടങ്ങാം. ശരി, ഞാൻ ഒന്ന് കുടിക്കട്ടെ. അല്ല സാമി, സാമി, സാമി. അവിടെ നിൽക്കോ? ആ ഞാൻ പറയുന്നത് ഏറ്റു ചൊല്ലുക. ആ പറയാം. അറിഞ്ഞും അറിയാതെയും അറിഞ്ഞും അറിയാതെയും ഞാൻ ഇതുവരെയുള്ള ചെയ്തിട്ടുള്ള എല്ലാ തെറ്റുകുറ്റങ്ങളും ഞാൻ ഇതുവരെ ചെയ്തിട്ടുള്ള എല്ലാ തെറ്റുകുറ്റങ്ങളും ഞാൻ കാരണം ആർക്കെങ്കിലും വേദന ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതും ഞാൻ കാരണം ആർക്കെങ്കിലും വേദനയുണ്ടായിട്ടുണ്ടെങ്കിൽ അതും പുറത്തു തരണം. പുറത്തു തരണം. ഇന്നു മുതൽ കുട്ടിക്കളിയും കോഴിപിടുത്തവും കുട്ടിക്കളിയും കോഴിപിടുത്തവും അലമ്പും അലമ്പും ഒന്നും ഉണ്ടാക്കാതെ ഒന്നും ഉണ്ടാക്കാതെ ഒരു പുതിയ ജീവിതത്തിനായി, ഒരു പുതിയ ജീവിതത്തിനായി, ഒരു പുതിയ ഫാമിലിക്കായി, ഒരു പുതിയ ഫാമിലിക്കായി, ഒരു പുതിയ മനുഷ്യനായി പുതിയ മനുഷ്യനായി ഞാൻ ഇറങ്ങുകയാണ്. ഇതുവരെ ചെയ്ത എല്ലാ തെറ്റിനും മാപ്പ്, മാപ്പ്, മാപ്പ്. ഞാൻ ഇറങ്ങുകയാണ്. ഇതുവരെ ചെയ്തതിനെല്ലാം മാപ്പ്, മാപ്പ്, മാപ്പ്. ഒന്നും കൂടെ പോയി മുങ്ങിട്ട് വന്നു. ഞാൻ കരയിലുണ്ടാവും. ഓക്കെ ബ്രദർ. കേൾക്കോ? ആ സാമിനെ ആരോടെങ്കിലും എന്തെങ്കിലും ഇല്ല ഇല്ല ആരോടെങ്കിലും എല്ലാം എന്തെങ്കിലും എല്ലാം ഞാൻ കളഞ്ഞു. എല്ലാം ആ പുയല് ഞാൻ കളഞ്ഞു. കഴിഞ്ഞു, അത് മതി. അപ്പോ നമുക്ക് ഒന്നേന്ന് തുടങ്ങാം. ഒന്നേന്ന് തുടങ്ങാം. ആ പണി അറിയാം. ഞാനൊരു കാര്യം പറയാം. ഉം. നിന്റെ കുട്ടിക്കളിയും കോഴി പിടുത്തവും നിർത്തുമെങ്കിൽ നിന്റെ കൂടെ ഞാൻ കാണും. ഞാൻ നിർത്തി സ്വാമി. എനിക്ക് ഇനി അതൊന്നുമില്ല. അതെല്ലാം ഞാൻ ചെയ്തത് വേറെ കുറെ ഇതിനാ. പക്ഷെ അതൊക്കെ എനിക്ക് തന്നെ അതെല്ലാം വിനയായി. നിനക്ക് നിന്റെ പഴയ ഫാമിലിയിൽ ആരോടെങ്കിലും എന്തെങ്കിലും സംസാരിക്കണം, പറയണം, പറഞ്ഞു തീർക്കണം? ഒന്നുമില്ല. എല്ലാം ഞാൻ കളഞ്ഞു. എനിക്ക് ആരോടും ഒന്നുമില്ല. ആരോടും വെറുപ്പുമില്ല, സ്നേഹവുമില്ല. ഇല്ല, ഒന്നുമില്ല. നിന്റെ കൂടെ ഇപ്പൊ ആരാ ഉള്ളത്? എന്റെ കൂടെ ഇപ്പൊ ആരുമില്ല. ആരുമില്ല വിശ്വസിക്കാൻ കൊള്ളാന്നുള്ളവര്. വിശ്വസിക്കാൻ കൊള്ളാവുന്ന എനിക്കറിയില്ല സ്വാമി. എന്നോട് വിശ്വാസം നടിച്ചവരും എന്നെ ഇതാക്കിയവരൊക്കെ പറ്റിച്ചുകൊണ്ട് എനിക്കിപ്പം പൊതുവെ വിശ്വാസങ്ങൾ കുറവാ. ഞാനിപ്പോൾ എന്നെ തന്നെ വിശ്വസിക്കാന്ന് ഞാൻ വിചാരിക്കുന്നത്. ബാക്കി എനിക്കറിയില്ല സ്വാമി.
എന്തായാലും ആ പെൺകുട്ടി നിന്റെ അല്ല അവളുണ്ടാവും അവള് എന്ത് താര ഉണ്ടാവും ആ ഒരാള് മാത്രമേ ഉള്ളൂ. അതെ ആ ഒരാളുണ്ട്. അതെ അതെ താരുണ്ട്. അപ്പൊ എന്താണ് ഈ വലതുവശത്ത് കാണുന്ന രാജ്യം കണ്ടോ? കാണാം. അതാണ് നീ ഉപയോഗിച്ച് വന്ന സ്വർഗരാജ്യം. ഉപയോഗിക്കാനോ? അതാണ് നീ ഉപേക്ഷിച്ചിട്ട് വന്ന രാജ്യം. ആ നമുക്ക് നോക്കാം. നോക്കാം. Any regret? ഏയ് ഒരു റിഗ്രറ്റും ഇല്ല. റിഗ്രറ്റ് ഇല്ല സ്വാമി. കാരണം കിട്ടാവുന്നത്രയൊക്കെ കിട്ടി സ്വാമി. ഇനി റിഗ്രറ്റ് വെച്ച് ഞാൻ ചെയ്തത് ഞാൻ എത്ര ചെയ്തിട്ടും എനിക്ക് ഇങ്ങോട്ട് ഇത് മാത്രം കിട്ടുന്ന ഒരു സ്ഥലത്ത് ഞാൻ ഇല്ല സ്വാമി. അല്ല സ്വാമി, ഞാൻ അനുഭവിക്കാൻ പറ്റുന്നെല്ലാം എല്ലാ രീതിയിലും സിറ്റിക്കകത്തും പുറത്തും ഞാൻ അനുഭവിച്ചതാ. ഇനി എനിക്ക് അല്ല ഇവിടെ കോള് വന്നായിരുന്നു. ഡോക്ടർ ഒരു ഹെൽപ്പ് പറഞ്ഞോ. ആൻസൈറ്റിക്കുള്ള മരുന്നുണ്ടോ? ആൻസൈറ്റിക്കല്ലേ? ടി വി ഡ്രസ് ഷോപ്പിന്റെ അവിടെ ഉണ്ട് സാർ. ഹലോ ഡോക്ടറെ. ആ പറഞ്ഞോ. ഡോക്ടർ എന്റെ ഫ്രണ്ട് കുറച്ച് പുറകില് സാറാണോ? അതെ. ആൻസൈറ്റിക്ക് മരുന്നുണ്ടോ? ഉണ്ട് സാർ, ഉണ്ട്. ഒരെണ്ണം എത്ര രൂപ? ക്യാഷ് ഇല്ല സാർ. അതിന് സാർ ഒന്ന് ഇറങ്ങണേ. പിന്നെന്താ? വണ്ടി കൊള്ളാലോ. അയ്യോ സാർ ഇത് ആഹാരത്തിന് ശേഷം കഴിക്കണേ. സമീറേ, ആൻസൈറ്റി നമ്മൾ അവിടെ അങ്ങ് ഉപേക്ഷിക്കുകയാണ്. അതെ. നമുക്ക് മുടിയൊക്കെ വെട്ടി കുട്ടപ്പനാവാം. മുടി വെട്ടി കുട്ടപ്പനാവാം. അതാണ് ആ പവറില് നമ്മൾ ഒരു കാര്യം തീരുമാനിക്കുകയാണ്. ഇന്ന് എന്ത് സംഭവിച്ചാലും പുറകോട്ടില്ല സ്വാമി. പുറകോട്ട് പോകാൻ പറ്റില്ല. കാരണം കുറേ ഞാൻ അനുഭവിച്ച സ്വാമി. ഇനി ഇതിൽ കൂടുതൽ അനുഭവിക്കാന്ന് പറഞ്ഞാൽ പിന്നെ പാതാളം വരെ പോയി. ഇനി അതിന്റെ താഴേക്ക് എനിക്ക് അറിയില്ല പോവാൻ. പാതാളം വരെ പോയോളാ? പാതാളം വരെ. നിനക്കൊരു കാര്യം അറിയോ? എല്ലാരും പറയുന്ന ഒരു കാര്യമുണ്ട്. എന്താണെന്നറിയോ? ഈ ലോകത്ത് ജയിച്ചവരെല്ലാരും ആകാശം കണ്ടവരാണെന്ന്. പക്ഷെ തെറ്റാണ്. ജയിച്ചവരെല്ലാരും പാതാളെ കണ്ടിട്ടുള്ളൂ. കാര്യം ക്ഷമ. എത്രത്തോളം ക്ഷമയുണ്ടോ അത്രത്തോളം നമുക്ക് മുന്നിലേക്ക് പോവാം. ഷമീർ ഈ ഒരു രീതിയിൽ നിൽക്കുകയാണെങ്കിൽ പോയതെല്ലാം നമുക്ക് തിരിച്ചു എങ്ങനെ 1 2 പോയതെല്ലാം നമുക്ക് തിരിച്ചു പിടിക്കാം. 1 2 3 4 എന്ന് എണ്ണിക്കൊണ്ട് നമ്മൾ തിരിച്ചു പിടിക്കും. അതെ. ഇപ്പൊ ഞാൻ പെട്രോൾ അടിച്ചോട്ടെ. ഇന്ന് ഡേ 1. ഇന്ന് ഡേ 0. ഷമീറേ, വേറൊരു കാര്യമുണ്ട്. ഈ കൂടെ നിന്നവനും കൂട്ടു പറഞ്ഞവനും മുമ്പിച്ചപ്പോ ശത്രുവാണ് മിത്രം. അത് മനസ്സിലാക്കിയോ കൊള്ളാം. അതെനിക്ക് ഇപ്പൊ തോന്നുന്നുണ്ട്. അതെ. അല്ല, അത് എന്നെ യൂസ് ചെയ്തൊന്നും വേണമെങ്കിൽ പറയാം. അത് പെട്രോൾ ഇല്ലാന്ന് തോന്നുന്നു. ഞാനേ ഇതെങ്ങനെ തള്ളിക്കൊണ്ട് പോകണമെന്ന് ആലോചിച്ചോണ്ടിരിക്കണത്. പോമച്ചാന്
അപ്പൊ ഷമീറെ, ഉം. എന്താ ഷമീറിന്റെ പുതിയ പ്ലാൻ? ഒരു പ്ലാൻ ഞാൻ ഉണ്ട് പറയുന്നത് സ്വാമി. ഇനി ഞാൻ ഷമീറിന്റെ ജാതകം നോക്കിയപ്പോഴേ ആ യമകണ്ഠ കാലം കഴിഞ്ഞു, ഇനി രാജയോഗമാണ്. ആണോ? രാജയോഗത്തിന് പറ്റിയ വണ്ടി എടുക്കണ്ടേ? എടുക്കണം. രാജയോഗത്തിന് പറ്റിയ ഒരു വണ്ടി തന്നെ അതേതാ? അല്ല ഇതല്ലല്ലോ നമ്മളെ നേരത്തെ വണ്ടി. അല്ല, ഇത് പെട്ടി വെക്കാത്ത വണ്ടി, അത് ട്രിപ്പിന് പോകാൻ വേണ്ടി മോഡ് ചെയ്ത വണ്ടി. അത് ആ 2 വണ്ടി ഉണ്ട്. അപ്പോ ഷമീറെ, ആ ഗജരാജ് യോഗമാണ് കാണുന്നത്. ആ അല്ല സിറ്റിയിൽ ചില ഞാൻ ആദ്യം വന്നപ്പോ സ്വാമി എന്നോട് പറഞ്ഞത് അതാ. അതെനിക്ക് ഓർമ്മയുണ്ട്. പക്ഷെ ഇടയിൽ കുറച്ച് ശനിയുടെ അപകാരം ഉണ്ടായിരുന്നു. ആ അത് മാറിയോ? അത് മാറി, ഇനി അങ്ങോട്ട് രാജയോഗമാണ്. പക്ഷെ നമുക്ക് പുതിയ സംരംഭങ്ങൾ തുടങ്ങാൻ പറ്റിയ സമയ. ഉം. എന്ത് ചെയ്യാം നമുക്ക്? എന്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കൾ നിനക്ക് തോന്നുന്ന ആരെങ്കിലും ഉണ്ടോ സിറ്റിയിൽ ഇപ്പോ? ഏറ്റവും അടുത്ത സുഹൃത്തായിട്ട് ഇല്ല സ്വാമി. ഞാൻ ആരോ ഒരാളുടെ പേര് ധ്യാനത്തിൽ കാരണം എന്താ അറിയോ, ഞാൻ കുറേ ആളെ ഞാൻ ഇത്രയും കാലം എല്ലാരും എൻ്റെ പ്രിയപ്പെട്ടവരും എല്ലാരും എൻ്റെ ആൾക്കാരാ, എല്ലാരും എൻ്റെ ഇതാ, എല്ലാരും എനിക്കിഷ്ടാ, എനിക്ക് എല്ലാവർക്കും എന്നെ ഇഷ്ടാ, ഇങ്ങനെ വിചാരിച്ച ഞാൻ ജീവിച്ചിരുന്നത്. പക്ഷെ എനിക്ക് മനസ്സിലായി അങ്ങനെയല്ല. അപ്പൊ പിന്നെ അതുകൊണ്ട് എനിക്ക് ആരെയും വിശ്വസിക്കാൻ ഇപ്പൊ കുറച്ച് പേടിയാണ്. സ്വാമീനെ എനിക്ക് വിശ്വാസമുണ്ട്. ബാക്കി എന്റെ മനസ്സ് പറയുന്നു ആ ഇത് കണ്ണൂർ സ്ക്വാഡിനുള്ള സമയമാണ്. എങ്ങനെ? ഇത് കണ്ണൂർ സ്ക്വാഡിനുള്ള സമയമാണെന്ന് എന്റെ മനസ്സ് പറയുന്നത്. കണ്ണൂർ സ്ക്വാഡോ? അതെ. അതെന്താ? അയ്യോ പോയി. പോയോ? ബീരാനെല്ലാം 3-4 ദിവസമെല്ലാം ആയിട്ട് പരിചയപ്പെട്ടിട്ട് ഞങ്ങക്ക് അറിയില്ല ബ്രദർ. ഞാൻ അതിലും വലിയ ചങ്കാന്ന് വിചാരിച്ച ആൾക്കാരെന്നെ മൂഞ്ചിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഞങ്ങക്ക് ആരും അറിയില്ല ബ്രോ. ഞങ്ങക്ക് ബീരാനോട് ഇതായിട്ടുണ്ടായിട്ടല്ല. പക്ഷെ സ്വാമി എന്ത് തോന്നുന്നു വെച്ചാ ഇനി പരിപാടികള് നോക്കണം സ്വാമി. എന്നെ ഇവിടെ പട്ടിയാക്കിയ എല്ലാവർക്കും ഞാൻ കൊടുക്കണം. അതിനു മുമ്പ് ആർക്കെങ്കിലും വേണ്ടി ആരോടെങ്കിലും സംസാരിച്ചത് തെറ്റായി പോയെന്ന് തോന്നിയിട്ടുണ്ടോ? ഞാൻ എൻ്റെ മനസ്സിൽ തോന്നുന്ന കാര്യം സിൻസിയറായിട്ട് ജെന്യുവിനായിട്ട് പറഞ്ഞു. ആ സമയം ഞാനൊന്നും ആലോചിച്ചോ തീരുമാനിച്ചോ, കുറേ സമയം ആലോചിച്ച് തീരുമാനിച്ച് ഉച്ചക്കൊരു കാര്യം തീരുമാനിച്ച് രാത്രി വന്നത് പറയുന്ന പരിപാടി എനിക്കില്ല. എനിക്ക് ആ സമയത്തുള്ള ഇതാ. അപ്പൊ ആ സമയത്ത് ഞാൻ ആരോടെങ്കിലും ക്ഷമ പറയാനില്ല സ്വാമി. കാരണം ക്ഷമ പറയാനാണെങ്കിലും അവരിങ്ങോട്ടും കൂടി പറയണ്ടേ. ഞാൻ മാത്രല്ലല്ലോ തെറ്റ് ചെയ്യുന്ന ആള്, അല്ലെങ്കിൽ അങ്ങനെ. അപ്പം വേണ്ട സ്വാമി. ഞാനിപ്പോ ഇതൊരു വൃത്തമാണ്, ഇതൊരു ലൂപ്പാണ്. അതെ, ഒരുപാട് ലൂപ്പ് അടിച്ചു കഴിഞ്ഞാൽ ലൂപ്പ് അടിക്കണവൻ കരിയും ആണ് എനിക്ക് പറയാനുള്ളത്. അതെ, ഷമീർ പുതിയ ജീവിതം തുടങ്ങുകയാണ്. അതെ, ഇന്ന് മുതൽ ഞാൻ പുതിയൊരു ഇത് തുടങ്ങിയ സമയം. എന്താ ഒരു ഫാമിലി ഉണ്ടാക്കാനുള്ള പ്ലാനിലാണോ? ഞാനത് നാളെ പറഞ്ഞാൽ മതിയോ സ്വാമി? എനിക്ക് കുറച്ച് സമയം വേണം. എന്തൊക്കെയാ ഇപ്പൊ മനസ്സിലുള്ളത്? സ്വാമി വരുന്നവരൊന്നും ഉണ്ടായില്ല. ഇനി ഞാനൊന്ന് സൂര്യ എങ്കടാ, ഞാനിവിടെ 8212 ഇരിക്കടാ. ഞാൻ വിളിക്കലാം. വരാൻ പറ, കുഴപ്പമില്ല.
ഓനെ വരാൻ പറയണോ? ചെറിയ ചെക്കനല്ലേ ഓൻ. ആ ഓനെ കിട്ടുന്നില്ല കേട്ടോ വിളിച്ചിട്ട്. ഇല്ല, അവനെ വിളിച്ച് കിട്ടുന്നില്ല സ്വാമി. ഞാൻ പോയാ. എടാ സൂര്യ, ഇങ്ക വാടാ. 8202. വാ വാ വാ. ഞാൻ ഒന്ന് ബാത്റൂമിൽ പോയിട്ട് വരാം ഗൈസ്. ആ സൂര്യ, എന്നടാ? ഹലോ, ഹലോ, കേൾക്കുന്നുണ്ടോ? ഹലോ, കേൾക്കുന്നുണ്ടോ? ഹലോ, ആ ഇല്ല 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 ഇല്ല. ഓക്കെ 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 ഓക്കെ. സ്വാമി കത്തിപ്പോയി. സൂര്യ, സൂര്യ കേക്ക്